അക്രമത്തിന്റെയും അനീതിയുടെയും നിരാശപ്പെടുത്തുന്ന വാർത്തകൾക്കിടയിലും മനുഷ്യരിലെ നന്മയും സ്നേഹവും വിളിച്ചോതുന്ന ചില വിശേഷങ്ങൾ നമ്മെ തേടിയെത്താറുണ്ട്. സഹജീവികളോടുള്ള സ്നേഹവും കരുണയും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ന് ആധുനിക സമൂഹം ആശങ്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക കാട്ടി ഒരു 4ാം ക്ലാസ്സുകാരൻ ശ്രദ്ധേയനാവുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള ജനിത്ത് എന്ന ഈ ബാലന്റെ പ്രവൃത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവരുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി. കണ്ണൂർ ഇരിക്കൂർ ഉപജില്ലയിലെ ശാരദാ വിലാസം AUP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരനാണ് പ്രിയപ്പെട്ട ജനിത്ത്. സ്കൂളിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ആകാം വഴിയരികിൽ പരിക്കേറ്റ് അവശയായി കിടക്കുന്ന ഒരു കിളിക്കുഞ്ഞിനെ അവൻ കണ്ടത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ആ കിളിക്കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോകാൻ ആ കുഞ്ഞു മനസ്സിന് കഴിഞ്ഞില്ല. ഏതൊരു സാധാരണക്കാരനും കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. പകരം ആ കുഞ്ഞുമോൻ കിളിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് തൊട്ടടുത്തുള്ള ഹോമിയോ ആശുപത്രിയിലേക്ക് ഓടി എത്തുകയായിരുന്നു. എങ്ങനെയെങ്കിലും ആ നിസ്സഹായ ജീവനെ രക്ഷിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ. സ്വന്തം വേദനകളെക്കാൾ മറ്റൊരിടത്തെ വേദനയ്ക്ക് പ്രാധാന്യം നൽകിയ ജനിത്തിന്റെ ഈ പ്രവൃത്തി സഹാനുഭൂതിയുടെ മഹനീയ മാതൃകയാണ്. ആശുപത്രിയിലെത്തിയ ജനിത്ത് ഡോക്ടറോട് ചോദിച്ച ചോദ്യം കേട്ട് അവിടെ ഉണ്ടായിരുന്നവർ ഒരു നിമിഷം സ്തബ്ധരായി നിന്നു. ഡോക്ടറെ, ഈ കിളിക്കുഞ്ഞിന് ജീവൻ വെപ്പിക്കാനാകുമോ? ഈ ചോദ്യം കേട്ടപ്പോൾ ആ ഡോക്ടറുടെ മാത്രമല്ല, ഈ വാർത്തയറിഞ്ഞ ഓരോ മലയാളിയുടെയും ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാകണം. ഒരു 4ാം ക്ലാസ്സുകാരൻ ഒരു പക്ഷിക്ക് വേണ്ടി കാണിച്ച ഈ കരുതൽ പലർക്കും വിസ്മയമായി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ജനിത്തിന്റെ ഈ ഹൃദയസ്പർശിയായ കഥ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മന്ത്രിയുടെ പോസ്റ്റ് പുറത്തു വന്നതോടെ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി. ഒരു കുഞ്ഞു മനസ്സിന്റെ വലിയ നന്മയെ മന്ത്രി മുക്തകണ്ഠം പ്രശംസിച്ചു. ജനത്തിന്റെ പ്രവൃത്തിയെ പൊതുവിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ വിജയമായിട്ടാണ് മന്ത്രി വി ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. ഒരു ജീവന്റെ വില എന്തെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ വിജയം, മന്ത്രി കുറിച്ചു. പാഠപുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം സ്നേഹത്തിന്റെയും കരുണയുടെയും വലിയ പാഠങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജീവജാലങ്ങളോടുള്ള ഈ സഹാനുഭൂതിയും കരുതലും ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ വിരിയുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിനൊപ്പം മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലുമുള്ള സ്നേഹം കുട്ടികളിൽ വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യം മന്ത്രി അടിവരയിട്ടു. ജനത്തിന്റെ ഈ നന്മ തിരിച്ചറിഞ്ഞ് ആ ഹൃദയസ്പർശിയായ നിമിഷം ക്യാമറയിൽ പകർത്തി സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ച ഡോക്ടർക്ക് മന്ത്രി പ്രത്യേക അഭിനന്ദനം അറിയിച്ചു. മാത്രമല്ല, ഇത്തരം മൂല്യങ്ങൾ കുട്ടിക്ക് പകർന്നു നൽകിയ ശാരദാ വിലാസം AUP സ്കൂളിലെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും അദ്ദേഹം തന്റെ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചു. പ്രിയ ജനത്തിന് ഹൃദയം നിറഞ്ഞ സ്നേഹ അഭിനന്ദനങ്ങൾ. മോനെ ഓർത്ത് ഞങ്ങൾക്കെല്ലാം അഭിമാനമുണ്ട്. നന്മയും സഹാനുഭൂതിയുമുള്ള ഒരു തലമുറ ഇവിടെ പഠിച്ചു വളരുന്നു എന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാം, മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ വാക്കുകൾ ജനത്തിന് മാത്രമല്ല, അവനെ വളർത്തിയ സാമൂഹിക ചുറ്റുപാടിന് മൊത്തമായുള്ള അംഗീകാരമാണ്. ഒരു 4ാം ക്ലാസ്സുകാരൻ തനിക്കൊരു ഉപകാരവുമില്ലാത്ത ഒരു കിളിക്കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തുന്ന വാർത്ത നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് ഓർമ്മിപ്പിക്കുന്നു. തിരക്കിട്ട ജീവിതത്തിനിടയിൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന മനുഷ്യത്വത്തിന്റെ മൂല്യങ്ങൾ ഈ കുട്ടി തന്റെ പ്രവൃത്തിയിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. കണ്ണൂർ ഇരിക്കൂറിനും ശാരദാ വിലാസം AUP സ്കൂളിനും അഭിമാനിക്കാനുള്ള വകയാണ് ജനത്തിന്റെ ഈ പ്രവൃത്തി. വിദ്യാഭ്യാസം എന്നത് പരീക്ഷകളിലെ മാർക്കുകൾ മാത്രമല്ല, മറിച്ച് ഒരു നല്ല മനുഷ്യനായി വളരുന്നതാണ് എന്ന് ഈ കുട്ടി തെളിയിച്ചു. മന്ത്രി പങ്കുവെച്ച ചിത്രത്തിൽ കിളിക്കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് ഡോക്ടറോട് സംസാരിക്കുന്ന ജനത്തിനെ കാണാം. ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം വൈറലായി മാറിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ ചിത്രത്തിന് ലൈക്കും കമന്റും നൽകി ജനത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ജനത്ത് എത്തിച്ച കിളിക്കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയ ഡോക്ടർ ആ ജീവനെ രക്ഷിക്കാൻ ശ്രമം തുടരുകയാണോ എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. എങ്കിലും ഒരു ജീവനോടുള്ള ജനത്തിന്റെ പ്രതിബദ്ധത എല്ലാറ്റിനും ഉപരിയായി പ്രശംസ അർഹിക്കുന്നു. പുതിയ പാഠ്യപദ്ധതികൾ ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലത്ത് പുസ്തകങ്ങളിലെ പാഠങ്ങളെക്കാൾ എത്രയോ വലുതാണ് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഈ പ്രായോഗിക പാഠമെന്ന് മന്ത്രിയുടെ വാക്കുകൾ അടിവരയിടുന്നു. വരും തലമുറയിൽ മനുഷ്യത്വം ഉറപ്പുവരുത്താൻ ഇത്തരം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അനിവാര്യമാണ്. ജനത്തിനെ ഈ മൂല്യങ്ങൾ പഠിപ്പിച്ച അമ്മയ്ക്കും അധ്യാപകർക്കും പ്രത്യേക പ്രശംസ നൽകേണ്ടതുണ്ട്. കുട്ടികൾ വളരുന്ന ചുറ്റുപാടും അവർക്ക് ലഭിക്കുന്ന ശിക്ഷണവുമാണ് അവരെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നത്. ഈ വാർത്ത എല്ലാ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഒരു പ്രചോദനമാണ്.